എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായ ഒരു ജ്യൂസുമായിട്ടാണ്. ജ്യൂസ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ മാംഗോ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ് ഇവയൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇന്ന് പേരയ്ക്ക കൊണ്ടുള്ള ഒരു ജ്യൂസാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പേരയ്ക്കയുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് ഒരു ചിലവുമില്ലാതെ ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് നല്ല പഴുത്ത് ഫ്രഷ് ആയിട്ടുള്ള പേരയ്ക്ക നോക്കി വേണം എടുക്കാൻ. ജ്യൂസ് അടിക്കുന്നതിനായിട്ട് ഒരു 6 പേരയ്ക്ക എടുത്തിട്ടുണ്ട്. പേരയ്ക്കയുടെ 2 സൈഡും മുറിച്ച് വൃത്തിയാക്കി ഈ പേരയ്ക്ക ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഞാനിവിടെ കുരു കളയാതെയാണ് പേരയ്ക്ക മുറിച്ചെടുക്കുന്നത്. കുരു വേണമെങ്കിൽ കളഞ്ഞിട്ടും മുറിച്ചെടുക്കാം. അങ്ങനെയാകുമ്പം അരച്ചതിന് ശേഷം അരിച്ചെടുക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. പേരയ്ക്ക മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. പേരയ്ക്ക എടുക്കുമ്പോൾ നല്ല പഴുത്ത പേരയ്ക്ക നോക്കി വേണം എടുക്കാൻ. എങ്കിൽ മാത്രമേ ഇത് നല്ലവണ്ണം അരഞ്ഞു കിട്ടുകയുള്ളൂ. പേരയ്ക്കയുടെ പൾപ്പെല്ലാം ഇവിടെ നല്ലവണ്ണം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ജ്യൂസിൽ ചേർക്കുന്നതിന് വേണ്ടി ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര തണുപ്പ് വേണം അതിനനുസരിച്ച് ഐസ് ക്യൂബ്സ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും ചേർക്കുന്നുണ്ട്. ഒരു 3/4 കപ്പ് തണുത്ത പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചേരുവകളെല്ലാം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. അപ്പോഴേക്കും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേരയ്ക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇതുപോലെ നിങ്ങൾ പേരയ്ക്ക ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കിക്കുക. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നല്ലോണം ഇഷ്ടപ്പെടും. പഞ്ചസാരയും എസൻസും ഒക്കെ ചേർക്കുമ്പോഴത്തേക്കും നല്ല മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണിത്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. കൂട്ടത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ആകും. അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും.